ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കുടുംബത്തെ ശിഥിലമാക്കാവുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് അവിഹിത ബന്ധം, അവിശുദ്ധ ബന്ധം. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ് വിഗ്രഹാരാധനയും അവിശുദ്ധ ബന്ധം അല്ലെങ്കിൽ അവിഹിത ബന്ധം രണ്ടും ഏതാണ്ട് ഒരേ ലെവലിൽ പോകുന്ന കാര്യമാണ്. നമുക്കറിയാലോ, വിഗ്രഹാരാധന വളരെ അപകടകാരിയായിട്ടുള്ളൊരു പാവമാണ്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അന്യദൈവാരാധന നടത്തുന്നവരിൽ നിന്നും ഞാൻ മുഖം തിരിച്ചു കളയും, അവരെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും. പറയുകൊണ്ട് ഏതാണ്ട് അതേ ലെവലിൽ പോകുന്ന ഒരു പാപമാണ് അവിഹിത ബന്ധമെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു പാപമാണ്. ഏതാനും വചനഭാഗങ്ങൾ നമ്മളെടുക്കുമ്പോൾ എസെക്കിയേൽ 6-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം, എസെക്കിയേൽ 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം, ഇതെല്ലാം വിഗ്രഹാരാധനയ്ക്ക് സമമായ ഒരു പാപമാണ് അവിഹിതവേക്ഷ എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 5-ാം അധ്യായവും 6-ാം അധ്യായവും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായം സുഭാഷിതങ്ങൾ 15 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. നിന്റെ കിണറ്റിൽ നിന്ന് മാത്രമേ നീ വെള്ളം കുടിക്കാവൂ, നിന്റെ ഉറവ മറുനാട്ടിലോ ചന്തസ്ഥലത്തോ നീ ഒഴുക്കിക്കളയരുത്. ഇപ്പം ചിലർക്ക് തോന്നിയേക്കാം ഇതുമായിട്ട് എന്താ ബന്ധം, ദാമ്പത്യ വിശ്വസ്തതയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഇതിനുണ്ടോ? ഉണ്ട് എന്ന് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ഭാര്യ, നിന്റെ യൗവനത്തിലെ ഭാര്യ, അതാണ് നിന്റെ കിണർ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിന്റെ കിണറ്റിൽ നിന്ന് മാത്രമേ നീ വെള്ളം കുടിക്കാവൂ എന്ന് പറഞ്ഞാൽ നിന്റെ ഭാര്യ നിനക്കുള്ളത്, മറ്റൊരാൾക്കുള്ളതല്ല. മറ്റൊരാളുടെ ഭാര്യ അവനുള്ളത് നിനക്കുള്ളതല്ല. നോട്ടത്തിൽ പോലും ഒരു പെശക് വരരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം 27 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ 1-2 ചോദ്യങ്ങളാണ് ആദ്യം നമ്മളവിടെ കാണുക. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉടുപ്പ് കത്താതെ ആർക്കെങ്കിലും നെഞ്ചത്ത് കനൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? കാല് പൊള്ളാതെ ആർക്കെങ്കിലും കനലിന് മീതെ നടക്കാൻ പറ്റുമോ? ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പറയപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലെ അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കില്ല. അത് അവിഹിത ബന്ധമാണ്, അവിഹിതപേക്ഷയാണ്, അനുവദനീയമായിട്ടുള്ള ഒരു ജഡസുഖമല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും, അവിശുദ്ധ ബന്ധം, അവിഹിത ബന്ധം എത്ര ഗൗരവമുള്ളതാണ് എന്ന് ദൈവം വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വ്യക്തം, അവിഹിത ബന്ധം നാശം ക്ഷണിച്ചു വരുത്തും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതവേക്ഷയിലുണ്ടായ മക്കൾ മാതാപിതാക്കളുടെ തിന്മയുടെ സാക്ഷികളായി മാറും. എന്ന് പറഞ്ഞാൽ വിവാഹമെന്ന കൂദാശയിൽ ജീവിത പങ്കാളിയിൽ അല്ലാതെ പുറത്തെവിടെയെങ്കിലും മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ദൈവം വിചാരണ നടത്തുമ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഭാപ്രസംഗൻ 12-14-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സകല നിഗൂഢ പ്രവൃത്തികളും വിധി ദിവസം കർത്താവ് നീതിപീഠത്തിന്മേൽ കൊണ്ടുവന്നിരിക്കും. പറയുണ്ട്, നമ്മൾ നടത്തിയ അവിഹിത അപേക്ഷകൾ മറ്റാരെങ്കിലും അറിഞ്ഞോ, സമൂഹം അറിഞ്ഞോ, വീട്ടുകാരറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്. ഇതെല്ലാം നീതിപീഠത്തിൽ വന്നിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 കൊറിന്തോസ് 5-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഇതുപോലത്തെ ചില അവിഹിത ബന്ധത്തിൽ കഴിഞ്ഞിരുന്ന കൊറിന്തോസുകാരെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് കാണാൻ പറ്റും. നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുടെ കൂടെ അവിഹിത ബന്ധത്തിൽ കഴിയുന്നു. അങ്ങനെയുള്ള തെറ്റുകൾ പോലും പൗലോസ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ പറ്റും. നിയമാവർത്തനം 27:11 മുതൽ വായിക്കുമ്പോൾ 12 ശാപങ്ങൾ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേതാനും ചില കാര്യങ്ങൾ 20-ാമത്തെ വചനം പിതാവിൻ്റെ ഭാര്യയോടൊത്ത് ശയിക്കുന്നത്, 22-ാമത്തെ വചനം
സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നത്. 23-ാമത്തെ വചനം, അമ്മായിയമ്മയോടുകൂടെ ശയിക്കുന്നത്. ഇതെല്ലാം അഭിഹിത ബന്ധമാണ് എന്ന് ദൈവം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, റോമ 13-ാമത്തെ വചനം, സുഖലോലുപത, മദ്യാസക്തി, അഭിഹിതവേഴ്ച, വിഷയാസക്തി, അസൂയ എന്നിവ അരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിഹിതവേഴ്ച ദൈവത്തെയും മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളോട് അവരോടൊക്കെ കാണിക്കാവുന്ന ഏറ്റവും നികൃഷ്ട പ്രവൃത്തിയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി അതിൽ നിന്നും പിൻവാങ്ങുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ആത്മഹത്യാ പ്രവണതയിൽ കഴിയുന്നവരുടെ മാനസാന്തരം. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.